സന്ധ്യയായി. വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ ഭഗവാനൊക്കെ ഒഴിഞ്ഞ് നിൽക്കുകയാണ്. തസ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചന്ദനത്തിരിയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവളെ സൈഡായിട്ട് ചെറുതായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് റെഡിയാകുമ്പോഴേക്കും അവളെ സൈഡിൽ നിന്ന് അവളെ കളി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് തൃഷിക കയറി വരുന്നത്. അവളെ സ്പോർട്സിൽ നിന്ന് കുറച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോലും. ആ ഒരു മുറിവും സങ്കടമൊക്കെ ആയി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൾ കളി തുടങ്ങിയെന്ന്. അവളെ കളികളാണിതൊക്കെ. കത്തിക്കുക, പുറത്തേക്ക് വലിച്ചെറിയുക, ഇതാണ് അവളെ കളികൾ. നമ്മൾ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കൂലേ, അതിൽ ഈ കമ്പിത്തിരിയൊക്കെ നമ്മൾ കത്തിച്ച് അങ്ങ് കളിക്കില്ല, അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയും സാമ്പാറാണ്. സാമ്പാർ പിന്നെ നേരത്തെ വെച്ചതിനെ കൊണ്ട് കുഴപ്പമില്ല. ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മക്കൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയതായിരുന്നു. അവർക്ക് ഇഷ്ടമാണ്. അവരങ്ങനെ മുട്ട ഇങ്ങനെ കഴിക്കുന്നതാണ് അവർക്കിഷ്ടം. അതിനുള്ള കട്ടിങ്ങും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തസ്സി പോയി കിടന്നുറങ്ങി. അവൾ കുറേ കളിച്ച് അങ്ങ് ഉറങ്ങി. തൃഷിക ടി വി ഒക്കെ കണ്ട് സെറ്റായി ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത് കുറേ ബുക്കുകൾ പൊതിയാനുണ്ട്. എനിക്കാണെങ്കിൽ വിട്ടുപോയി. കാരണം ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, സ്കൂൾ തുറക്കാനായില്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. കുറേശ്ശെ ഇവൾ ഉറങ്ങുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇവൾ എണീറ്റ് വന്നാൽ ആദ്യം ഇവൾക്ക് വേണ്ടി വരും കത്രിക. പിന്നെ അവൾ വെട്ടലും അവളും ബുക്ക് കീറലും പിടിക്കലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അവളില്ലാത്ത സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ടി വിയും കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എടുത്തിരുന്ന തൃഷിയ കേട്ടോ. തൃഷിയൊക്കെ ഇപ്പോൾ ഒരു ഡ്യൂട്ടി ആണ് ഇപ്പോൾ ഈ വീഡിയോ മേക്കിങ്. പിന്നെ എന്ന് പറയുകയാണെങ്കിലും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന വരികയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അവൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകാറുണ്ട്. അപ്പം ഇന്നൊന്ന് ഓടിയപ്പം ഗ്രൗണ്ടിൽ വീണു പറഞ്ഞു. ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാം കൂടി അടിച്ച് വാരി വൃത്തിയാക്കി. തസ്സി വന്നാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അവൾക്ക് ആ പേപ്പറൊക്കെ വെച്ചിട്ട് കുറേ കീറിയിട്ടും അതിൽ പിക്ചർ വരച്ചിട്ടും ഇതൊക്കെയാണ് അവളെ പരിപാടി. ഇവൾ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ക്ലീനിങ് ഒക്കെ നടക്കാൻ പറ്റുള്ളൂ. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ എവരിത്തിങ്. ബൈ, ഗുഡ് നൈറ്റ്.